ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്നാൽ ബിഗ് ബോസിന് പുറത്ത് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നലെ ജാസ്മിന്റെ ഫാദറിന്റെയും സായിയുടെയും ഒരു ഫോൺ കോള് ലീക്ക് ആവുകയുണ്ടായി. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകര് എന്തായാലും ആ വോയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതിലുള്ളത് നമ്മൾ കേട്ടതാണ്. ജാസ്മിന്റെ ഫാദർ സായിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നീ അവിടെ പോവുകയാണെങ്കിൽ അവനോട് പറയണം നല്ല അന്തസ്സായിട്ട് കളിക്കണം, അല്ലാതെ എന്റെ മകളുടെ പാവാട തുമ്പ് പിടിച്ച് നടക്കാതെ എന്ന്. എന്നിട്ട് ജാസ്മിന്റെ ഫാദർ നല്ല തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അതെന്തായാലും നന്നായിട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത് അവര്. അതുപോലെ ഗബ്രീനോട് അവിടെ ചെന്നിട്ട് പറയണം, നീ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. പിന്നെ എന്റെ മോളോട് പറയണം അന്തസ്സായിട്ട് നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം, ഗെയിം കളിക്ക് ഗബ്രീന്റെ പുറകെ നടക്കാതെ എന്ന്. അപ്പം സായി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഉപ്പ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ളൊരു ഗെയിം ഉണ്ടാകും, എങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വീണ്ടും ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട്, എനിക്ക് കപ്പൊന്നും അവള് കൊണ്ടുവരണ്ട, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ മതി എന്ന്. എന്നാൽ ഒരു പാരന്റ്സിനെ സംബന്ധിച്ച് ഏതൊരു പാരന്റ്സും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ജാസ്മിന്റെ ഉപ്പ ചെയ്തത്. സായി അത് വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, ഇനി അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത ഒരാളായ സായി ഇങ്ങനെ ഒരു പക്വത ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. പക്ഷേ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. കാരണം സായി അവിടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നതിന്റെ അന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നത്. സായിനെ സംബന്ധിച്ചാണെങ്കിൽ ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എണ്ണിപ്പറുക്കി കൃത്യമായിട്ട് വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു കാര്യം വരുമ്പോൾ അത് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിൽ വിമർശനങ്ങളും നെഗറ്റീവ് കമന്റ്സും വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സായിയൊക്കെ ജാസ്മിൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ജാസ്മിനെ കുറിച്ച് തന്നെ പറയുന്നത് കേൾക്കണം, കട്ടപ്പ, അങ്ങനെ ഗബ്രീനെ ചീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും അറിയാവുന്ന ഒരാളാണ്. ഇപ്പം പുറത്തുനിന്ന് ജാസ്മിന് ഇത്രയും നെഗറ്റീവ് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് ജാസ്മിന്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. എല്ലാത്തിനും ജാസ്മിന് സപ്പോർട്ട്, നോമിനേഷൻ വരുന്ന സമയത്തും എല്ലാ കാര്യത്തിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പം കഴിഞ്ഞ നോമിനേഷനിൽ തന്നെ ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ജാസ്മിന്റെ ആ ഒരു പഴയ സ്പിരിറ്റ് വരുന്നില്ല, ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടെന്നൊക്കെ. അപ്പം രണ്ട് രീതിയിലാണ്. ഇപ്പൊ പുറത്ത് നിൽക്കുമ്പോൾ സായി ജാസ്മിനോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്, ഹൗസിനകത്ത് ചെന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ്. അപ്പം ആർക്കായാലും ഒരു സംശയം കാണാം. അതിൽ നെഗറ്റീവ്സ് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ജാസ്മിനോട് ഈ ഒരു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് പോലും ഒരു വാർണിംഗ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സായി ജാസ്മിനോട് ഇതൊക്കെ പറഞ്ഞ് കഴിയുന്നത് വരെ ബിഗ് ബോസ് കാത്തിരുന്നു. അതിനെ എല്ലാം പറഞ്ഞ് വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയാൻ പാടില്ല എന്ന്. അപ്പൊ പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം വാർണിംഗ് കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ സായി ഇത് ചെയ്തത് ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട്, ഈവൻ അഫ്സലിന്റെ കാര്യം തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ പുറത്തെ ആൾക്കാർക്ക് ഒരു സംശയം വരാൻ കാരണമായി സായിനെ. അപ്പൊ ആ ഒരു സംശയം ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ വന്ന വോയിസ് ക്ലിപ്പും. അപ്പൊ സായി വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ജാസ്മിന്റെ ഫാദർ പറഞ്ഞു വിട്ടതാണ് ഇങ്ങനെയൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. നമ്മൾ എന്ത് കാണിച്ചാലും ഒരു പ്രൂഫ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് സായി സംസാരിച്ചതും ജാസ്മിന്റെ ഫാദർ സംസാരിച്ചതും ആരൊക്കെയോ റെക്കോർഡ് ചെയ്തു. അത് ഇന്നലെ പുറത്തായി. അങ്ങനെ സായി വന്ന ജാസ്മിനോട് പറഞ്ഞതെല്ലാം പുറത്തു നിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് എല്ലാ പ്രേക്ഷകർക്കും ഇതിനകം മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാൻ പോകുന്ന ഒരാൾ സായി തന്നെയാണ്. സായി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ സായിക്ക് പുറത്ത് നെഗറ്റീവായി. എന്തായാലും ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. 100 days പുറത്തെ കാര്യങ്ങൾ അറിയാതെ നിൽക്കണം എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു ബിഗ് ബോസ് ഷോയിനെ തന്നെ ഇത്രയും വ്യത്യസ്തമാക്കുന്നതും നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നതും. എന്നാൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അകത്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഷോയിനോട് തന്നെ കാണിക്കുന്ന, നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം തന്ന ആ ഒരു ബിഗ് ബോസ് എന്ന ഷോയിനോട് തന്നെ കാണിക്കുന്ന ഒരു അനീതി തന്നെയാണത്.